വനിതാ ലോകകപ്പിൽ നമ്മുടെ നാടിന് അഭിമാനമായ ടീം അംഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക 2020 പരമ്പരയിൽ അവസാന 3 മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ടീം ഇവിടെ എത്തുന്നത്. കാര്യവട്ടത്തെ സ്പോർട്സ് സബ് സ്റ്റേഡിയത്തിൽ 26, 28, 30 തീയതികളിലാണ് മത്സരങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന താരങ്ങൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ സ്വീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, എപ്പോഴാണ് നമ്മുടെ അഭിമാന താരങ്ങൾ ഇവിടെ എത്തുന്നത്? എങ്ങനെയുള്ള സ്വീകരണം അവർക്ക് ഒരുക്കിയിരിക്കുന്നു? അതോടൊപ്പം തന്നെ 26-നാണ് മത്സരമുള്ളത്. പക്ഷെ അതിനു മുമ്പായി പരിശീലന മത്സരങ്ങളൊക്കെ ഉണ്ടായില്ല ഇവിടെ. നാളെ മുതൽ തന്നെ പരിശീലനം ആരംഭിക്കും. ഇന്നിപ്പോൾ വൈകിട്ട് 5:40 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ താരങ്ങൾ വന്നിറങ്ങും. എന്തായാലും ഒരു രാജ്യാന്തര വനിതാ ക്രിക്കറ്റിന് ആദ്യമായിട്ടാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്, വേദിയാവുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 26, 28, 30 തീയതികളിലാണ് ഈ കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുക. രാത്രി 7:30 മുതൽ തന്നെയാണ് മത്സരം. ഇന്നലെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എല്ലാം തന്നെയും വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അവർ വൻ സ്വീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ക്രിക്കറ്റ് ടീമുകൾക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇന്ത്യ ഈ ശ്രീലങ്ക 2020 പരമ്പര 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങൾ കൊളംബോയിലായിരുന്നു. ബാക്കിയുള്ള 3 മത്സരങ്ങളാണ് ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടക്കുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പൂർണ്ണമായ വിജയത്തോടെ, ആധികാരികമായ വിജയത്തോടെ ഇന്ത്യ മുന്നേറുന്ന, അല്ലെങ്കിൽ ഇന്ത്യ വിജയത്തിളക്കത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ബാക്കിയുള്ള 3 മത്സരങ്ങൾ കൂടി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ആവേശമാണ്. വലിയ ആവേശത്തിൽ കാണികൾ നിൽക്കുമ്പോഴും ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഗ്യാലറിയിൽ 15,000 ടിക്കറ്റുകൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ചില അറ്റകുറ്റപ്പണികളൊക്കെ അവിടെ നടക്കുകയാണ്. അവിടെ തന്നെ മുകളിലത്തെ തട്ട് ഒഴിച്ചിടുകയാണ്. താഴത്തെ തട്ടിൽ മാത്രമാണ് ഗ്യാലറിയുടെ താഴത്തെ തട്ടിൽ അത് 15,000 ടിക്കറ്റുകൾ മാത്രമേ വിൽക്കാൻ കഴിയൂന്നും ഇന്നലെ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ആവേശകരമായ ഒന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ക്രിക്കറ്റ് ടീമുകൾ ഇന്ന് എത്തുന്നു. ഇന്ന് നാളെ മുതൽ തന്നെ പരിശീലനം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 26, 28, 30 തീയതികൾ മത്സരം നടക്കുമ്പോൾ അതിൻ്റെ പരിശീലനവും നാളെ ആരംഭിക്കുകയും ചെയ്യും. 3 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങളിലും ആധികാരികമായ ജയം ഇന്ത്യ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റനായ ടീമിൻ്റെ വരവ് വളരെ വലിയ ആവശ്യത്തോടെ ക്രിക്കറ്റ് ആരാധകരെ നോക്കിക്കാണുകയാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ നിരാശയുള്ളത് 15,000 കാണികൾ മാത്രമേ ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു പരിമിതിയുള്ളൂ എന്ന കാര്യം കൂടി ഇന്നലെ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സ്വീകരണമായിരിക്കും ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ടീമിന് നൽകുക. അപ്പോൾ രാജ്യാന്തര മത്സരത്തിന് കാര്യവട്ടം വേദിയാവുകയാണ്. 15,000 പേർക്ക് മാത്രമേ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. എങ്കിൽ കൂടിയും 15,000 പേർക്ക് കാണാം. ആ 15,000-ൽ ഒരാളായി മാറാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളും.